ഹായ് എവ്രി വൺ, വെൽക്കം ടു വോവൻ ജേണൽ. ഇന്ന് നമ്മൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മിനി ഹാർട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് മിനി ക്രോഷ്യ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാജിക് സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാജിക് സർക്കിൾ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മുടെ ഫിംഗർ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു എക്സ് ഷേപ്പ് പോലെ യാണ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്ട്രാൻഡിൻ്റെ അടിയിൽ കൂടെയും അടുത്തതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ടേൺ ചെയ്യാം. ഓക്കെ, കണ്ടോ? എന്നിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ വിടാതെ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക, ഒറ്റ ചെയിൻ സ്റ്റിച്ച്. ഇപ്പം നോക്കിയാൽ നമുക്കിവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ സർക്കിൾ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു, ഇനി 2 ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് 3 ട്രിപ്പിൾ ക്രോഷ്യയാണ്. അപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേ നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്യുക. ദെൻ ആദ്യത്തെ 2 സർക്കിളിലൂടെ മാത്രം കടത്തി വിടുക. ദെൻ അടുത്ത 2 സർക്കിളിലൂടെ കടത്തി വിടുക. പിന്നെ ഒരു 2 റിങ് ബാക്കി ഉണ്ടാകും, അതിതുപോലെ കടത്തി വിടുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചും ഒരു ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്തു. ഇനി ഇതേപോലെ 2 ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. അപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് നമുക്ക് ആകെ വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ ആദ്യം ചെയ്തിട്ടുള്ള 3 ചെയിൻ സ്റ്റിച്ചും അതേപോലെ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യയാണ്. 4 ഡബിൾ ക്രോഷ്യയാണ്, 2 അല്ല 4 ആണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. നമ്മളൊന്ന് ചെയ്തു, ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ? ഇപ്പം നമ്മൾ 2 എണ്ണം ചെയ്തു. ഇതേപോലെ 2 എണ്ണം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ചായി. അതിന് ശേഷമുള്ള 3 ട്രിപ്പിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ ഇടാം. 1 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണമാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചില യാണിൽ 1 കൊടുത്താൽ മതി, ചിലതിൽ 2 കൊടുത്താലേ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിൽ ചെയ്ത അതേ പ്രൊസീജിയർ ഈ സൈഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഒരു സൈഡായി. സോ ഇനി നമുക്ക് അടുത്ത സൈഡ് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചത് 4 ഡബിൾ ക്രോഷ്യ ആയിരുന്നു. അതുപോലെ 4 ഡബിൾ ക്രോഷ്യ നമുക്ക് ഇവിടെയും ചെയ്യാം.
ഇത് ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം ചെയ്തു. ഇതുപോലെ നമുക്ക് 4 എണ്ണം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ 2 എണ്ണം കൂടെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 ഡബിൾ ക്രോഷ്യയും 3 ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ സൈഡ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലും ചെയ്യാം. ഓക്കെ, നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിന് ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ടാവുമല്ലോ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ സൈഡൊന്ന് ചെറുതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ടുണ്ട്. ഇനി കണ്ടോ, ഈ സർക്കിൾ ഇത്രയായി. ഇനി നമുക്ക് ഇതിനുള്ളിൽ കൂടെ ഇതിനെ നോക്കണ്ട, ഇതിനെ ഇങ്ങോട്ടും മടക്കി വെച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, എന്താ ഈ ഒരു സർക്കിളിനുള്ളിലൂടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളാണ്. ഇതേപോലെ ഉള്ളിലൂടെ എടുത്തിട്ട് വലിക്കുക, അതാണ് നമ്മൾ ചെയ്യാറ്. ആൻഡ് അതിനുശേഷം നമ്മളിത് ഇതേപോലെ ഈ സൈഡ് പിടിച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹുക്ക് നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, ഹാർട്ടൊരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തു. ആൻഡ് ഇതിലൂടെ നമുക്കിത് ഇതേപോലെ വലിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ആൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു നോട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല ടൈറ്റായിട്ട് വെക്കുക. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ആൻഡ് ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോഷ്യ ഐഡിയാസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.